മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പ് നിർമ്മാണത്തിനെതിരെ പ്രതിഷേധവുമായി എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെയാണ് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതെന്നാണ് ആരോപണം. വർഷങ്ങളായി ജോലി ചെയ്തിരുന്നവർക്ക് ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചില്ലെന്നും പരാതി. നാളെ മുതൽ ടൗൺഷിപ്പ് നിർമ്മാണം തടയുമെന്ന് തൊഴിലാളികൾ പറഞ്ഞു. സംഘടനകൾ സംസാരിച്ചപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ? ഇവരെന്താണ് നിങ്ങളെ പൈസ തന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏജീനെ കൊണ്ട് ഞങ്ങൾ ഇവരെന്താണ് ഹൈക്കോടതിയിൽ ഇത് പറയാം, എന്നിട്ട് ആ പൈസ ഗവൺമെൻറ് വാങ്ങിയിട്ട് ഞങ്ങൾക്ക് തരാമെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ ഒന്നുമില്ല. ഏജി അങ്ങനത്തെ ഒരു കാര്യം ഹൈക്കോടതി പറഞ്ഞിട്ട് തന്നെ ആവശ്യപ്പെട്ടിരുന്നില്ല. ഈ തൊഴിലാളികളുണ്ടല്ലോ ആരും ഇല്ലാത്ത ആൾക്കാരെ ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാർ തന്നെയാണ്. ഞങ്ങൾ നയിച്ച പൈസ ഞങ്ങൾക്ക് തരണം. കാരണം പണിയെടുത്ത് 10 കൊല്ലം പോലെ ഞങ്ങൾ പി എഫിന് പൈസ ഞങ്ങൾ കയ്യിൽ നിന്ന് ശമ്പളത്തിൽ നിന്ന് പൈസ പിടിക്കുക. ശമ്പളം അടക്കില്ല. നമുക്ക് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളല്ല. അത് മുതലാളി അടക്കേണ്ട പൈസ ഞങ്ങൾ കയ്യിൽ നിന്ന് കൊടുക്കാൻ മുതലാളിക്ക് നക്കാപ്പിച്ച പൈസ ഉണ്ട്, അയാൾ കൂട്ടി അടക്കണം. പക്ഷേ അത് ഞങ്ങൾ കയ്യിൽ ആ പൈസ ഞങ്ങൾക്കില്ല. പിന്നെ ഞങ്ങൾക്ക് ആനുകൂല്യം തരാം, 2 പഠിപ്പിടി സർവീസ് തരാമല്ലോ. 10, 6, 7 കൊല്ലം ആയ പിരിഞ്ഞ ആൾക്കാർ ഇതിലുണ്ട്. ഓർക്കൊന്നും പൈസ ഇല്ല. ഇപ്പോൾ അതിൻ്റെ മുന്നേ ഞമ്മക്ക് തരാത് മുതലാളിക്ക് വിട്ടു കൊടുത്തിട്ട് ഇവിടെ പണി തുടങ്ങുന്നത് ശരിയാണോ എന്നാലോചിക്ക്. ഞമ്മക്ക് തരാണ്ട് ഇയാൾ സുപ്രീം കോടതി കേസ് നടത്തി ഇനി അതിൽ പൈസ ഇല്ലയെന്ന് പറയും. ഇതിൽ ഇന്നത്തെ ഒരു തീരുമാനം എത്തിയിട്ടില്ലെങ്കിൽ നാളെ ആൾക്കാർ വരാൻ തയ്യാറാണ്. ഫുൾ ആൾക്കാർ ഇവിടെ ഒക്കെ വരും. നാളെ ഇവിടെ പണി തുടങ്ങുന്നുണ്ട്. വി എസ് രഞ്ജിത്ത് ചേരുന്നു നമുക്കൊപ്പം. വി എസ് രഞ്ജിത്ത്, അവിടെയുള്ള തേയിലച്ചെടിക്കും മരത്തിനും വരെ കണക്ക് പറഞ്ഞല്ലോ കോടതിയിൽ. അപ്പോൾ ഈ തൊഴിലാളികളുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം? എസ്റ്റേറ്റ് എന്താണ് പറയുന്നത്? പുതിയ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ നിയമക്കുരുക്കിൽ നിന്ന് തൊഴിലാളി പ്രശ്നത്തിലേക്ക് നീങ്ങുകയാണ്. നിയമക്കുരുക്കായി എൽസ്റ്റൺ എസ്റ്റേറ്റ് ഹൈക്കോടതിയിൽ പോവുകയും അവരുടേതായ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് സർക്കാർ അനുകൂലമായ വിധിയുണ്ടായി. 17 കോടി രൂപ കോടതിയിൽ കെട്ടിവെച്ച ശേഷം ഇന്നിപ്പോൾ സർക്കാർ ഇവിടെ പണി തുടങ്ങുകയാണ്. നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് തൊഴിലാളികൾ അവരുടെ അവകാശവാദവുമായി വരുന്നത്. സ്വാഭാവികമായിട്ടും തൊഴിലാളികൾ പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. PF ഉൾപ്പെടെ അവർക്ക് അവകാശപ്പെട്ട അത്തരത്തിൽ PF ഉൾപ്പെടെ തടഞ്ഞു വെക്കുകയും അവർ ജോലി ചെയ്തതിന്റെ കൂലി തടഞ്ഞു വെക്കുകയും ചെയ്ത ശേഷം ആ എസ്റ്റേറ്റിൽ പണി തുടങ്ങുന്നത്, നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങുന്നത് അത് അവകാശ ലംഘനമാണ് എന്നാണ് തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടി സമരത്തിനെത്തിയിട്ടുള്ളത്. നാളെ മുതൽ ഈ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കുന്ന രീതിയിലേക്ക് അതിനെ തടയും, തൊഴിലാളികൾ രംഗത്തിറങ്ങി തടയും എന്ന് തന്നെയാണ് അല്പം മുമ്പ് തൊഴിലാളി സംഘടനകളും തൊഴിലാളി നേതാക്കന്മാരും ഒക്കെ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങുന്ന ആദ്യ ദിവസം തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഓക്കെ, ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടുന്നുണ്ടോ രഞ്ജിത്ത്? സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, കാരണം സർക്കാർ കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല, എസ്റ്റേറ്റിലെ തൊഴിലാളികളാണ്, അവരടച്ച പണമാണ് PF-ലും ഒക്കെ. അപ്പോൾ സർക്കാരിന് ഇതിൽ ഇടപെടേണ്ടി വരുമോ? കാരണം ഏറ്റെടുത്തത് സർക്കാരാണല്ലോ. തീർച്ചയായിട്ടും സർക്കാരിനും തൊഴിൽ വകുപ്പിനും ഇതിൽ ഇടപെടേണ്ടി വരും. കാരണം തൊഴിൽ നിഷേധവും അതിനോടൊപ്പം തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ നിഷേധവുമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. സർക്കാർ ഒരു എസ്റ്റേറ്റ് ഏറ്റെടുത്ത് അവിടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആ എസ്റ്റേറ്റിലെ തൊഴിലാളികളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും സർക്കാരിനുണ്ട്. സ്വാഭാവികമായിട്ടും സർക്കാരിനെതിരെ ഈ പുനരധിവാസ പദ്ധതിക്കെതിരെ തൊഴിലാളികൾ രംഗത്തിറങ്ങുകയും നിർമ്മാണ പ്രവൃത്തികൾ നിലയ്ക്കുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും തൊഴിൽ വകുപ്പ് ഇക്കാര്യത്തിൽ ഇടപെട്ട് ഒരു പരിഹാരത്തിന് നിർദ്ദേശിക്കേണ്ടി വരും. ഓക്കെ, വിവരങ്ങൾ നൽകിയത് VS രഞ്ജിത്താണ്.